ബ്രസീൽ ആരാധകർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോമാഞ്ചങ്ങ് വിട്ടുമാറിയിട്ടില്ല. ഒരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റെങ്കിലും ഇന്നലത്തെ മത്സരത്തിൻ്റെ ഒരു രോമാഞ്ചമുണ്ട്. ഇനി ബ്രസീൽ ആരാധകർക്ക് മാത്രമല്ല, ഫുട്ബോൾ ആരാധകരൊക്കെയും ത്രസിപ്പിച്ചൊരു മത്സരമായിരുന്നു. കാരണം മത്സരത്തിന് മുമ്പ് തന്നെ ഭയങ്കര ഹൈപ്പായിരുന്നു. കാരണം രണ്ട് പ്ലേയിങ് സ്റ്റൈലുകൾ തമ്മിൽ ഏറ്റുമുട്ടാണ്. ഒരിടത്ത് കാർലോ ആഞ്ചലോട്ടി ഉണ്ട്, മറ്റൊരിടത്ത് 11 പേരും എന്താ പറയുക ഒരു ടാക്ടീഷ്യൻസിനെ പോലെ കളിക്കുന്ന ജപ്പാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മത്സരം ശരിക്കും എന്താ പറയുക ഈ വേൾഡ് കപ്പിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് തന്നെ നമുക്ക് പറയാം. ഒരു സിനിമാറ്റിക് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക ഫസ്റ്റ് ഹാഫ് വേണമെങ്കിൽ നമുക്ക് ജപ്പാൻ്റെ സ്കോർ ചെയ്ത മത്സരമായിരുന്നു. സെക്കൻഡ് ഹാഫ് ബ്രസീലിൻ്റെ ഒരു റിവെഞ്ച് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമക്ക് അതിനനുസരിച്ചുള്ള ക്ലൈമാക്സ് വേണമല്ലോ. അങ്ങനെ ഒരു ക്ലൈമാക്സും കിട്ടി. ബ്രസീൽ ആരാധകർക്ക് അതിനൊത്ത ക്ലൈമാക്സ് കിട്ടി. ബ്രസീൽ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആവണമെന്നില്ല. ഒരു മെലോ ഡ്രാമ ആയിരിക്കും അവരെ സംബന്ധിച്ച്. അപ്പോൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഹാഫും രണ്ട് ടൈപ്പായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ജപ്പാൻ ബ്രസീലിനെ ഞെട്ടിച്ചു. കാരണം കുറഞ്ഞ ബോൾ അവരുള്ളെങ്കിലും കൂടുതൽ ഇമ്പാക്റ്റ് അവർക്കായിരുന്നു. അവർ ബോളും കൊണ്ട് പോകുമ്പോഴൊക്കെ ഒരു ഗോളിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. അതേസമയം ബ്രസീലിന് ഒരിക്കലും ജപ്പാൻ്റെ ഡിഫെൻസീവ് ലൈനെ പൊട്ടിക്കാൻ പറ്റിയില്ല. കാരണം അവർ ഈ സ്കെയിൽ വെച്ച പോലെയാണ് നിൽക്കുന്നത്. കാരണം ടൈറ്റ് സ്പേസ് ആയിരുന്നു. വിനീഷ്യസ് ജൂനിയറിനൊന്നും അനങ്ങാൻ വിട്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഷാഫിക ഇന്നലത്തെ ഒരു മത്സരത്തെ നോക്കിയാണെന്നെങ്കിൽ എന്താണ് പറയുക, പിന്നെ ബ്രസീൽ നമ്മൾ ഈ ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ പിന്നെ ബ്രസീൽ ഫാൻസിന് പോലും ഭയങ്കര ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്താണ് ബ്രസീൽ ഇപ്രാവശ്യം ചോദിക്കുമ്പോൾ പറയും ഇപ്രാവശ്യം നമുക്ക് വലിയ ചാൻസ് ഒന്നുമില്ല, ടീം വണ്ടില്ല എന്ന് പറയും. പക്ഷേ പോകെ ഓരോ മാച്ച് കഴിയുമ്പോഴും ബ്രസീൽ ഇങ്ങനെ കത്തി ഇപ്പോൾ ഈ ലാസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞെങ്കിൽ ജപ്പാൻ മാച്ച് എന്ന് പറഞ്ഞെങ്കിൽ അത് ശരിക്കും ആളിക്കത്തലായിരുന്നു. ഭയങ്കരമായിട്ട് തന്നെ ഈ നമ്മൾ ബ്രസീൽ ഫാൻസിന് നിന്നല്ല മൊത്തത്തിൽ കളി കാണുന്ന എല്ലാവർക്കും തന്നെ ബ്രസീലിൻ്റെ ഒരു വരവ്. ഇപ്പോൾ ഈ മാച്ചോട് കൂടിയാണ് ബ്രസീൽ ശരിക്കും ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സാണ്, അല്ലെങ്കിൽ കപ്പടിക്കാൻ വേണ്ടി ഇങ്ങനെ കളിക്കുക എന്നുള്ളൊരു ഫീലിംഗ് കൊടുത്തത്. ഞാൻ ഇന്നലെ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ടാണ് ഈ കളി കാണുന്നത്. ഭയങ്കര ബിഗ് സ്ക്രീനും നല്ല സൗണ്ടും ഭയങ്കര ആംബിയൻസും ഒക്കെ ഉള്ള തിയേറ്ററിനൊത്ത മത്സര സിനിമ സിനിമാറ്റിക് ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് സിനിമാറ്റിക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ രസം വെച്ചാൽ പിന്നെ ബ്രസീലിൻ്റെ ഫാൻസ് ഇഷ്ടംപോലെ പതാകയും പിന്നെ ഇതൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷേ തിയേറ്റർ അത്യാവശ്യം വലിയ തിയേറ്ററാണ്. അപ്പോൾ ഈ ബ്രസീലിന് ഗോൾ വഴങ്ങിയപ്പോഴാണ് തിയേറ്റർ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഈ അർജൻറ്റീന ഫാൻസ് ഒന്നായിട്ട് കയറി കൂടിയാണ് ഓരോ ആദ്യം ഇത് വിട്ടതില്ല. അപ്പോൾ ജപ്പാൻ ഫാൻസ് ഒന്നായിട്ട് അർജൻറ്റീന ഫാൻസ് ഒന്നായിട്ട് ജപ്പാൻ ഫാൻസായിട്ട് അടുക്കാണ്. ബ്രസീലിലെ സമ്മർദ്ദത്തിലാവുന്നു. സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ തിരിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘോഷമുണ്ട്. ശരിക്കും ഒരു പൂരപ്പറമ്പ് തിയേറ്ററിൻ്റെ പൂരപ്പറമ്പാക്കിയ ഒരുപാട് സിനിമകൾ ഇഷ്ടംപോലെ തിയേറ്റർ പൂരപ്പറമ്പാക്കിയിട്ടുണ്ട്. ഒരു ഫുട്ബോൾ മാച്ച് തിയേറ്ററിൻ്റെ പൂരപ്പറമ്പാക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ മാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് കുറേ സംഗതിയിനകത്ത് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. പക്ഷെ എന്ത് പറഞ്ഞാലും ബ്രസീലുകാർക്ക് ഈ പ്രാവശ്യം കപ്പ് നമുക്ക് തന്നെ എന്ന് പറയാനുള്ളൊരു മാച്ചായിട്ട് ഇത് പിന്നെ മാറിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലേ നമ്മൾ പറയേണ്ട ഒരാൾ കാർലോ ആഞ്ചലോട്ടിയാണ്. കാരണം നമ്മൾ റയലിലൊക്കെ കണ്ടിരുന്നൊരു കാർലോ ആഞ്ചലോട്ടി ഉണ്ട്. റയൽ ആരാധകർ ഇങ്ങനെ പറയല്ലോ പുരികം പൊക്കും ചുയിങ്കഞ്ഞ വെച്ച് ഭാവവ്യത്യാസം ഇല്ലാതെ നിൽക്കുന്ന കുറയല്ലോ. ആ ഒരു ആഞ്ചലോട്ടിയാണ് ഇന്നലെ കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് കളിയെ മാറ്റിയത്. ആ സെക്കൻഡ് ഹാഫിന് ആ ടണലിൽ നിന്ന് വരുമ്പോൾ തന്നെ ബ്രസീൽ അറ്റാക്ക് അല്ലാതെ ഒരു ലക്ഷ്യവും ഇനി ഇല്ല എന്നുള്ളതാണ് പ്രഖ്യാപിച്ചത്. കാരണം ലൂക്കാസ് പക്കേറ്റ എനിക്ക് തോന്നുന്നു കുറച്ച് ഫിസിക്കൽ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് പകരം വന്നത് എൻട്രിക്കാണ്. രണ്ടും രണ്ട് പൊസിഷനിൽ കളിക്കുന്ന ആളുകളാണ്. എൻട്രിക്ക് വന്നു. പിന്നീട് മത്തവിസ് കുഞ്ഞ പോയിട്ട് വരുന്നത് മാർട്ടിനെല്ലിയാണ്. അടിമുടി അറ്റാക്കായിരുന്നു ആഞ്ചലോട്ടിയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ ഡിഫൻസ് ഒന്നും ആഞ്ചലോട്ടി സത്യത്തിൽ ഇന്നലെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അരിക്ക് ആഞ്ചലോട്ടിയുടെ ടാക്ടിക്സിനെ കുറിച്ച് എന്താണെന്ന് തോന്നുന്നു? ഡോൺ കാർലോ എന്ന് വെറുതെ പറയുന്നതല്ല. കാരണം അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. യൂറോപ്പിലും റയൽ മാഡ്രിഡ് പോലുള്ള ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ കളി തിരിക്കുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. പല കുറി ആ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ റോഡ്രിഗോനെ ഇറക്കി അദ്ദേഹം ബെർണബൂവിൽ നടത്തിയ കമ്പാക്കുകൾ നമുക്ക് അറിയാം. അതേപോലെ കമ്പാക്കാണ് ഇന്നലെ നടത്തിയത്. മാർട്ടിനെല്ലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പാക്കിൻ്റെ ഒരു മെയിൻ ഇത് അവസാനം ഗോളടിക്കുന്നത്. സോ രണ്ടാമതിൽ വന്നപ്പോൾ ഇവർ ക്രോസുകളുടെ എണ്ണം കൂട്ടി. അതാണ് ഒരു പ്രധാന വ്യത്യാസമായിട്ട് നമുക്ക് തോന്നിയത്. അത് എങ്ങനെയാണ്, അതായത് ആ ഒരു ക്രോസുകൾ നൽകി കഴിഞ്ഞാൽ ആ ഒരു ജപ്പാൻ ഡിഫൻസ് സമ്മർദ്ദത്തിലാവും എന്നുള്ളത് ആഞ്ചലോട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്രോസുകൾ കൂടുതൽ നൽകുന്നു. ക്രോസുകൾ കൂടുതൽ നൽകി അത് ആ ഡിഫൻസിന് സമ്മർദ്ദത്തിലാക്കുന്നു. അങ്ങനെ ക്രോസുകളിൽ തന്നെയാണ് ആദ്യ ഗോള് വരുന്നത്. പിന്നെയും ആ ഒരു അറ്റാക്ക് തന്നെ തുടർന്ന് ആ ജപ്പാൻ ഡിഫൻസിനെ പ്രഷർ ചെയ്തുകൊണ്ട് അവസാനം നിമിഷത്തിലേക്ക് ആ ഗോള് കൊണ്ടുവരികയാണ്. പിന്നെ നെയ്മറിനെ ഇറക്കിയില്ല എന്നുള്ള പല ആരാധകർ. പക്ഷേ നെയ്മർ ഇരിക്കുന്നതാണ് നല്ലതെന്ന് ആഞ്ചലോട്ടിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം നെയ്മറിനെ ആ 90 മിനിറ്റിൽ എന്തായാലും ഇറക്കാതിരുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ മത്സരശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എക്സ്ട്രാ ടൈമിൽ ഇറക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. 90 മിനിറ്റിൽ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ കളിക്കാൻ മാർട്ടിനെല്ലിയാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അഭിപ്രായം തന്നെയാണ്. കാരണം നെയ്മർ ഇറങ്ങാതെ തന്നെയാണ് നല്ലത്. കാരണം ഒന്നാമത്തെ അവിടെ സ്ലോട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ പക്കേറ്റ് വലിഞ്ഞിട്ട് വന്നത് തന്നെ എൻട്രിക്കാണ്. ഒന്നുകിൽ അപ്പ് ഇറക്കണം. പിന്നെ മത്തേവൂസ് കുഞ്ഞയ്ക്ക് പകരം വന്നതും ഒരു അറ്റാക്കറാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി. അല്ലാതെ മിഡ്ഫീൽഡിൽ ഒരു ക്രിയേറ്റീവ് റോളോ ആ ഒരു
എന്താ പറയുക നെയ്മർ സ്റ്റൈൽ പ്ലേക്കുള്ള സമയമല്ലായിരുന്നു അത്. കാരണം എങ്ങനെയെങ്കിലും അവസാനത്തെ ജപ്പാൻ ലൈന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു നെയ്മർ ബ്രസീൽ പിന്നെ ലക്ഷ്യം. ഇല്ലാന്നുള്ള ഉണ്ടുള്ള കാര്യം തന്നെ ഫാൻസൊക്കെ മറന്നുപോയി. അങ്ങനെ ഇറങ്ങേണ്ടതുള്ള പോലെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അല്ലല്ല ആ സമയത്ത് ആൾക്കാർക്ക് നെയ്മർ ഇറങ്ങണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല ഈ മാച്ചിന്റെ ഒരു ഹീറ്റിൽ. അതെ. പിന്നെ മാത്രമല്ല അറ്റാക്ക് വെച്ചിട്ട് മാത്രം ബ്രസീൽ ജയിച്ച കളിയാണ്, അതിൽ ഒന്നും പറയാനില്ല. അതിൽ നമ്മൾ പറയേണ്ട ഒരു പേര് കസമിറോയാണ്. ഈ കസമിറോ എന്നും ഇങ്ങനെ തന്നെയാണ്. ഒരു മത്സരം ഭയങ്കരമായ വിമർശനം കേൾപ്പിക്കും, അടുത്ത മത്സരം തിരിച്ചു വരും. ചിലപ്പോൾ ഒരു മത്സരത്തിൽ ആദ്യം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കസമിറോക്ക് ഒരു മഞ്ഞക്കാട് കിട്ടിയിട്ടുണ്ട്. മഞ്ഞക്കാട് കിട്ടിയതോടെ അദ്ദേഹം സത്യത്തിൽ ഒന്ന് പരിങ്ങി തന്നെ പറയാം. കാരണം ഒരു അദ്ദേഹത്തിന്റെ റോൾ നമുക്കറിയാം. ഒരു ജപ്പാൻ ആദ്യമേ നമ്മൾ മത്സരത്തിന് മുമ്പേ പറഞ്ഞിരുന്നു കസമിറോയെ ടാർഗറ്റ് ചെയ്യും, കസമിറോയുടെ സ്പീഡ് കുറവാണ്, പ്രായം ഒക്കെ ഒരു പ്രശ്നമായിട്ട് പറയുന്നു. ചിലർ ഈവൻ എഡേഴ്സൺ പകരം വരുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യുണൈറ്റഡിൽ കളിക്കുന്ന എഡേഴ്സൺ കസമിറോയുടെ പൊസിഷനിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മഞ്ഞക്കാട് ഗോൾ കിട്ടിയതോടെ കസമിറോ അടിമുടി കൺഫ്യൂഷനിലായി. ഒരു പക്ഷേ അതല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ഫൗള് ചെയ്തേനെ ആ ഫസ്റ്റ് ഗോളായിട്ട് അതെ സാധനം പോകുമ്പോൾ. പക്ഷേ രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത് കസമിറോയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഇത് യുണൈറ്റഡ് ഫാൻസിന് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം അദ്ദേഹം റയൽ മാഡ്രിഡ് ഫാൻസിന് ഒരു പുതുമല്ല, ഫാൻസ് കുറെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കസമിറോയുടെ ഒരു പെർഫോമൻസിനെ നമ്മൾ ഈ ബ്രസീലിനെ പറ്റി പറഞ്ഞല്ലോ, ആദ്യ പകുതിയിൽ ബ്രസീലും പതുങ്ങി കളിച്ചു, സെക്കൻഡ് ഹാഫിൽ തീയെന്നാണ്. അത് തന്നെയാണ് കസമിറയും. കാരണം ഈ ബ്രസീലിൻ്റെ നിരയിൽ ഞാൻ ഭയങ്കര കസമിറോ ആരാധകനാണ്. അപ്പോൾ കസമിറോ ആണ് ഒരുപക്ഷെ മറ്റ് പ്ലേയേഴ്സിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ആളാണ് കാർലോ ആൻസെലോട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വേൾഡ് കപ്പിലെ ആദ്യത്തെ ബ്രസീലിൻ്റെ ഫസ്റ്റ് മാച്ച് മൊറോക്കോക്കെതിരെ നമ്മൾ കണ്ടു. ആദ്യ പകുതിയിൽ കസമിറയെ മൊറോക്കൻ പ്ലേയേഴ്സ് ഉണ്ട് ഔട്ട്സ്മാർട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിസ്തേജനാക്കി കളഞ്ഞു. ആ സമയത്ത് 37 മിനിറ്റിലെങ്ങാനാണ് കസമിറയിൽ ഒരു ഹാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും കസമിറയെ കോച്ച് സമ്മതിക്കുന്നില്ല, പിൻവലിച്ചു. എന്നാൽ അദ്ദേഹത്തെ മനസ്സിലായി കസമിറക്ക് ആ റോളിൽ അല്ലെങ്കിൽ അവർ മിഡ്ഫീൽഡിൽ ഈ കളിയല്ലേ വേണ്ടതെന്ന് മനസ്സിലാക്കി പിൻവലിച്ചു. ഇന്നലെ ഈ ജപ്പാൻ മാച്ചിനകത്ത് സഫാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം ഈ ജപ്പാൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇവർ മിഡ്ഫീൽഡിനാണ്. ബ്രൂണോ ഗിമാറസും പക്വറ്റയും കസമിറ അടങ്ങും. പ്രത്യേകിച്ചും കസമിറ സിംഗിൾ പിവോട്ടായി കളിക്കുന്ന കസമിറയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രസീലിൻ്റെ ഒരു പാസിംഗ് ലൈനുകളും ഒക്കെ മുറിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ജപ്പാൻ്റെ 18-ാം നമ്പർ താരമുണ്ട് ഉയേഡ എന്ന് പറഞ്ഞാൽ, അയാളെ കസമിറക്ക് നിഴലായിട്ട് തന്നെ അയാൾ ശരിക്കും ഈ 4-3-3 ഫോർമേഷനിൽ അറ്റാക്കറായിട്ട് കളിക്കേണ്ട പ്ലെയറാണ്, ഈ സെൻട്രൽ സ്ട്രൈക്കറായി കളിക്കുന്ന പ്ലെയറാണ്. അയാളെ കസമിറൻ്റെ ഒരു മീറ്റർ അകലത്തിലാണ് കോച്ച് വെച്ച് എപ്പോൾ നോക്കിയാലും തിരിഞ്ഞു നോക്കുന്നുണ്ട് കസമിറ എങ്ങോട്ട്. അപ്പോൾ കസമിറക്ക് പിന്നെ ബാക്ക് ലൈനിൽ പാസ് കിട്ടുമ്പോൾ കസമിറ പിന്നോട്ട് മാത്രമാണ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്, മുന്നോട്ട് സൈഡിലേക്കും അധികം പാസ് ചെയ്യുന്നില്ല. കാരണം അപ്പോഴേക്കും ഇയാൾ ഓടി വരും. മുന്നോട്ട് പാസ് ചെയ്യുകയാണെങ്കിലും അത് ഫ്ലിക്കായിരിക്കും, പെട്ടെന്ന് വൺ ടച്ച് പാസ്സാണ് മുന്നോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കുറച്ച് സമയം കളിച്ചു വരക്ക് അതിൻ്റെ മഞ്ഞക്കാടും വന്നു. ഇപ്പോൾ ഈ കസമിറോ നമ്മൾ കുറ്റം പറയുമ്പോൾ പോലും ഇതിനകത്ത് ആക്ച്വലി ആ ഗോള് വന്നത് കസമിറോൻ്റെ പ്രവിലല്ല. അതിന് തൊട്ട് മുമ്പ് കസമിറോ കൊടുത്തൊരു പാസിൽ നിന്ന് ഡാനിലോൻ്റെ അടുത്താണ് ഈ ബോൾ ലൂസ് പാസ് നിന്നാണ് ബോൾ മിസ് ആവുന്നത്. ഡാനിലോ മുന്നോട്ട് റയാന് കൊടുക്കേണ്ട പകരം ബോൾ മിഡിലേക്ക് മറ്റേ ബ്രൂണോ ഗിമാറസിനോ പക്കറ്റൊക്കെ കൊടുത്തു. അത് ഇവരുടെ പിന്നെ സാനോ അത് ഗംഭീരമായിട്ട് പിക്ക് ചെയ്തു. പിന്നെ ആ റണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു വേൾഡ് കപ്പ് മാച്ചിൽ അങ്ങനെ റണ്ണ് പ്രതീക്ഷിക്കില്ല. കാരണം മിഡ്ഫീൽഡിൽ അന്ന് ഒരു കാര്യം വെച്ചാൽ കസമിറോൻ്റെ ആ ഏരിയയിനകത്ത് കുറേ സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിലൂടെ ആൾ എന്താ പറയുക വെർട്ടിക്കലായിട്ടല്ല ഓടിയത്, പിന്നെ സിഗ്സാഗ് ലൈനിൽ തിരിഞ്ഞ് ഓടിയിട്ട് ബോക്സിൻ്റെ പുറത്തുനിന്ന് അങ്ങനെ ഷോട്ട് എടുക്കുമെന്നും പ്രതീക്ഷിക്കില്ല. അതെടുത്തു. ജപ്പാൻ്റെ ഷോട്ട് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഗബ്രിയേല് ആ ഷോട്ട് പോകുമ്പോൾ ലീവ് ചെയ്യാതെ പുറത്ത് അലിസൺ അത് എത്തിയില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഈ രണ്ട് കാര്യങ്ങൾ, ഈ മഞ്ഞക്കാടുണ്ട്, ഈ ഗോള് വഴങ്ങിയതിൽ കസമിറോക്ക് ആ പ്ലെയറെ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു സംഗതി ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ച സെക്കൻഡ് ഹാഫിൽ മിക്കവാറും ആദ്യ മാച്ചിലെ പോലെ തന്നെ കസമിറോയെ വിളിച്ചിട്ട് ഫാബിഞ്ഞിനെയോ അല്ലെങ്കിൽ വേറെ പ്ലേയേഴ്സിനൊക്കെ ഇറക്കുമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ 4-4-2 ബ്രസീൽ മാറുന്നു പറയാൻ പ്രതീക്ഷിച്ചു. പക്ഷേ പിന്നെ ആഞ്ചലോട്ടിക്ക് നമ്മളെക്കാട്ട് കസമിറോനെ അറിയാലോ. അയാൾ സെക്കൻഡ് ഹാഫിൽ കളിച്ച കളി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി 45 മിനിറ്റ് മുതൽ 46 മിനിറ്റ് മുതൽ ഒരു പിന്നെ 60 മിനിറ്റ് വരെ കളിച്ച കളി നമ്മൾ ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിൽ അങ്ങനത്തെ ഒരു ഇൻറ്റൻസിറ്റി പ്ലേ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഉറുഗ്വേ കളിക്കുന്നൊക്കെ ഇൻറ്റൻസിറ്റി കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഇൻറ്റൻസിറ്റി, ബാക്ക് ടു ബാക്ക് അറ്റാക്സ്, അതുപോലെ തുടർച്ചയായ ക്രോസുകൾ, ബോക്സിലേക്ക് ബോൾ ഇങ്ങനെ പറന്നിറങ്ങുന്നു, ബ്രസീൽ പ്ലേയേഴ്സ് ചാടി ഹെഡ് ചെയ്യാൻ നോക്കുന്നു, ഭയങ്കര ഡ്രാമ, ഹൈ ഡ്രാമ. അതിൻ്റെ ഇടയിൽ കസമിറോ തന്നെ കൃത്യ പൊസിഷനിൽ വന്നിട്ട് വളരെ സങ്കീർണമായ ഒരു പൊസിഷനിൽ ഹെഡ് ചെയ്തിട്ട് കളി മാറ്റം ചെയ്യുന്നു. അതിൻ്റെ ശേഷം പിന്നെ കസമിറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ അധികം ആ ലെവലിൽ കളിക്കേണ്ട ലെവലിൽ വന്നിട്ടില്ല. കാരണം പുള്ളി കുറേ അഡ്വാൻസ് റോളിൽ കയറി വന്നു. കാരണം ജപ്പാനിൽ പറഞ്ഞ പോലെ ജപ്പാനെപ്പോഴും ഗ്യാസ് ഔട്ടായി പോയി. അവർക്ക് അവരുടെ ഒരു പിന്നെ വേഗത കുറഞ്ഞു, അങ്ങനെ അവർക്ക് സിറ്റ് ബാക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൗണ്ടർ അറ്റാക്കുകൾ നോക്കാനുള്ള ഓപ്ഷൻ ഒരു ഗോളിൽ പിടിച്ചു നിന്നിട്ട് പിന്നെ ബ്രസീൽ ഇങ്ങനെ കളിച്ചോട്ടെ, നമുക്ക് അവസാന മിനിറ്റിൽ ഒരു ഗോൾ കൂടി കടിക്കാന്നുള്ളത് പ്രതീക്ഷയായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ വിചാരിച്ചും ചെയ്തു. അവസാന നിമിഷമാണല്ലോ ഗോൾ വരുന്നത്. പക്ഷേ ജപ്പാൻ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. അവരുടെ മുഖഭാഗത്തിൽ നിന്ന് പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ബ്രസീൽ പോലെ ഒന്ന് ബ്രസീൽ ടീം, രണ്ടും ഇങ്ങനെ കളിക്കുന്ന ബ്രസീൽ ടീം
സത്യത്തിൽ സെക്കൻഡ് ഹാഫ് ഇത്രയും ഒരു കമ്പാക്ക് അവരും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് ബ്രസീലായി, ജപ്പാൻ അല്ലാതെയായി. അതാണ് ഉണ്ടായത് സെക്കൻഡ് ഹാഫിൽ. അതിലേ ആ ബ്രൂണോ ഗിമറൈസിനോട് നമ്മൾ പറയണം. കാസിമിറോയെ പറയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു പേരാണ് ഗിമറൈസ്. 4 അസിസ്റ്റായി ടൂർണമെന്റിൽ. ടോപ്പാണ് ഈ മാച്ചിൽ തന്നെ കസമിറോ നിറമങ്ങിയപ്പോൾ അത് മേക്കപ്പ് ചെയ്ത് ബ്രൂണോ ആണ്. കാരണം പല സമയങ്ങളിൽ ഞാൻ പറഞ്ഞ മാർക്കിംഗ് സമയം ഈ ഉയയുടെ കസമിനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ കസമിറോ പൊസിഷൻ മാറി കളിച്ചിട്ട് അവിടേക്ക് ബ്രൂണോ വരുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറേ സമയം അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുണ്ട് ബ്രൂണോ. പിന്നെ അസിസ്റ്റ് പറഞ്ഞ പോലെ അറ്റാക്കിംഗ് പ്ലേയിൽ ഭാഗമാവുന്നുണ്ട്. മൊത്തത്തിൽ ഇന്നലെ ബ്രൂണോ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും റേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് റോൾ അദ്ദേഹമാണ് ചെയ്തത്. ആ ഗാലറിയിൽ നിന്നൊക്കെ ഒരു ആവേശം എടുക്കുന്നത് ബ്രൂണോ ആണ്. കൈ കൊണ്ടൊക്കെ എല്ലാം ഉണ്ട്. അത് പിന്നെ ബ്രസീൽ മൊത്തത്തിൽ ഇന്നലെ ഓരോ അവസരം വരുമ്പോഴും വിനീഷ്യസ് ആയാലും ഓരോ അവസരം വന്ന് മിസ്സാവുമ്പോഴായാലും അദ്ദേഹം അതിനോട് ഇങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ വിനീഷ്യസിന്റെ ഒരു കിടിലം അവസരം ഉണ്ടായിരുന്നു. ഒരു ആ ഫസ്റ്റ് ഗോൾ വന്നു ഉടനെ തന്നെ ഒരു ചാൻസ് ഉണ്ട്. അത് ഗോളായി മാറിയെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോയതാണ്. കാരണം അദ്ദേഹം സോളോ റണ്ണ് നടത്തിയിട്ട് ആ ഗോളിയുടെ ഒരു സേവ് കിടിലം പ്ലേസിംഗ് ആയിരുന്നു. അത് ഗോളാവേണ്ടതായിരുന്നു. ശരിക്കും അതാണ്. അത് ഒരു പുഷ്കാസ് അവാർഡ് മിസ്സായി എന്നുള്ളതാണ് ഞാൻ എക്സിലെ ഒരു ട്വീറ്റ് കണ്ടത്. കാരണം അത് സെന്ററിന്ന് മാത്രമല്ല അതിലൊരു നെഡ്മഗ് ഉണ്ട്. കാലിനിടയിൽ നെഡ്മഗ് എടുത്തിട്ടാണ് വിനീഷ്യസ് ഓടുന്നത്. പിന്നെ വിനീഷ്യസിന്റെ ഒരു സ്ട്രോങ് ഏരിയ ആണത്. ആ ലെഫ്റ്റിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞു കയറുക എന്നുള്ളതും അവിടുന്ന് എടുക്കുന്ന ഒരു ഷോട്ടും ഉണ്ട്. പവറിനേക്കാളും ഒരു ചെരിച്ചടിക നമ്മൾ പറയില്ല, ആ ഒരു കൃത്യത ആ ഷോട്ടിലാണ് അത്. പക്ഷേ അതും എനിക്ക് തോന്നുന്നത് ഇയാളില്ല ഈ ഗോൾകീപ്പറുടെ ചെറിയൊരു രണ്ട് നിർഭാഗ്യം അതൊരു ഗോൾ കീപ്പർ കൊടുക്കേണ്ട ഒരു സാധനം. വിനീഷ്യസ് ജൂനിയറിന്റെ ആംഗിളിൽ അത്രയും അയാൾ എടുത്ത റണ്ണും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിനീഷ്യസ് ആവുന്നത് ആഞ്ചലോട്ടിയുടെ അണ്ടറിലാന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ആഞ്ചലോട്ടി അദ്ദേഹത്തിന് അറിയാം, വിനീഷ്യസിനെ അറിയാം. അതുകൊണ്ട് റയലിൽ എങ്ങനെ പെർഫോം ചെയ്താൽ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ ടീമിൽ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് വിനീഷ്യസിന് എങ്ങനെ അത് ഗംഭീരമായിട്ട് കളിക്കാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു സിറ്റുവേഷൻസ് ആഞ്ചലോട്ടി കളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് നമ്മൾ ഈ മത്സരങ്ങളിലൊക്കെ കാണുന്നത് വിനീഷ്യസിന്റെ ഒരു പ്രകടനം. വിനീഷ്യസിന് ഈ ഒരു മത്സരത്തിൽ മാത്രം ഗോൾ നേടാനായില്ല, പക്ഷേ കഴിഞ്ഞ 3 മത്സരത്തിലും ഗോൾ അടിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഈ മത്സരത്തിൽ ഗംഭീര പെർഫോമൻസ് ആണ് വിനീഷ്യസ് കാണിച്ചത്. വിനീഷ്യസിനെ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടീമിലെ ഡിഫൻസീവ് ഡ്യൂട്ടി കുറവുള്ള ആള് വിനീഷ്യസ് ആണ്. എല്ലാവരും ഡിഫെൻഡ്, ഇപ്പോൾ മാർട്ടിനിലേക്ക് ഡിഫെൻഡ് ചെയ്യുമ്പോഴും വിനീഷ്യസ് എപ്പോഴും മാറി നിൽക്കും. വേറെ കാര്യം, ഇന്നലത്തെ മാച്ചിൽ വിനീഷ്യസ് അത്യാവശ്യം ബാക്ക് ട്രാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് എടുത്തിട്ട് പാക്കറ്റിനെ ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഈ കുറേ സാധാരണ ഈ വിംഗർമാർ അത്ര അധികം ഓടൂല. ഈ വിനീഷ്യസ് അത്യാവശ്യം ബാക്ക് ട്രാക്കും ചെയ്തിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്, സ്പേസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ വിനീഷ്യസിനെ അവിടെ പൂട്ടുക എന്നുള്ളത് അവരുടെ തന്ത്രമായിരുന്നു, അവിടെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിന് അയാൾ കണ്ട മറം വരുന്നത് ബാക്ക് ട്രാക്ക് ചെയ്ത് കളിക്കുക. വിനീഷ്യസിന് എല്ലാ ഫ്രീഡവും കൊടുത്തിട്ടുണ്ട്. അതിന് പ്ലേ സ്റ്റൈൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അല്ല, മൊത്തത്തിൽ ബ്രസീലിന്റെ ആൻസലോട്ടിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ മൊത്തം പ്ലേയേഴ്സിന് ഫ്രീഡം കൊടുക്കും. അതിൽ വിനീഷ്യസിന് പ്രത്യേകിച്ച് ഓരോ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അത് ഈ ടൂർണമെന്റിന് മുമ്പ് തന്നെ വിനീഷ്യസ് പറഞ്ഞത് ഞാൻ ആഞ്ചലോട്ടിയുടെ അണ്ടറിൽ ഹാപ്പിയാണ്. ആഞ്ചലോട്ടി എനിക്ക് സർവ്വ സ്വാതന്ത്ര്യം തരുന്നു, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ഇത് തരുന്നു എന്ന് പറയുന്നത്. അത് എൻട്രിക്കും പറഞ്ഞിട്ടുണ്ട്. എൻട്രിക്കും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം തരുന്നൊരു കോച്ചാണ്. അതാണ് ആഞ്ചലോട്ടിയുടെ സ്റ്റൈല്. ഓരോ താരങ്ങൾക്കും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷൻസ് പിച്ചിൽ ഉണ്ടാക്കി കൊടുക്കലാണ് ആഞ്ചലോട്ടിയുടെ ആ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. ആ ചേഞ്ചസ് വരുത്തുമ്പോഴായാലും അതാണ് ആഞ്ചലോട്ടി നടത്താൻ ശ്രമിച്ചതും. അത് ശരിക്കും എൻട്രിക്കിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഈ ടൂർണമെന്റ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ബ്രസീൽ ഫാൻസ് പറഞ്ഞത് നെയ്മർ പോലെ തന്നെ എൻട്രിക്ക് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം സന്നാ മത്സരങ്ങളിലൊക്കെ ഗോൾ അടിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു എൻട്രിക്കിന് കിട്ടിയത്. ഇതിനകത്ത് ഈ ബ്രസീൽ ഫാൻസ് നമ്മുടെ ഇവിടത്തല്ല, ഈ ബ്രസീലിലുള്ള ബ്രസീൽ ഫാൻസ് ഞാൻ മുമ്പൊരു ഒരു ട്രോൾ വീഡിയോ കണ്ടിരുന്നു. അവിടുത്തെ അവിടെ ഫാൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തിനാണ് നെയ്മറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ആൻസലോട്ടി. പിന്നെ എൻട്രിക്കിനെ ഇറക്കണം എന്ന തരത്തിലുള്ള ഒരു സംഗതി വരുന്നുണ്ട്. എൻട്രിക്കിനെ ആക്ച്വലി ഇറക്കുകയാണെങ്കിൽ പ്രശ്നം വെച്ചാൽ പിന്നെ കുഞ്ഞവിടെയുള്ള സ്ഥിതിക്കും അവിടെ പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ റയാൻ കളിക്കും, ഇവരെ കളിക്കുമ്പോഴൊന്നും കളിപ്പിക്കാൻ പറ്റാത്തൊരു പ്രശ്നം. കാരണം അദ്ദേഹത്തിന് ആ ഒരു ധർമ്മസങ്കടമുണ്ട്. അറ്റാക്കേഴ്സിൻ്റെ ഓവർലോഡ് ആ ടീമിലുണ്ട്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ഇതിന് മുമ്പത്തെ മാച്ചിൽ 10 മിനിറ്റ് കണ്ടല്ലേ, ആ കളി അയാൾ ഗംഭീരമായിട്ട് കളിച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈറ്റ് സ്പേസ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരാണ് എൻട്രിക്ക്. അതല്ല, പുള്ളിക്ക് ഭയങ്കര ഫിസിക് ഉണ്ട്. നമ്മൾ ചെറിയ പയ്യനാണെങ്കിൽ 18 വയസ്സോ ആ വരവുണ്ടല്ലോ, എൻട്രിക്കിന്റെ ഒരു വരവുണ്ടല്ലോ. ഇതൊരു എന്താ പറയുക, ഒരു വെബ് സീരീസ് ഒക്കെ വരികയാണെങ്കിൽ അതിൽ ഏറ്റവും രസമുള്ള ഒരു സീനായിരിക്കും. ആ ടണലിൽ നമ്മൾ സെക്കൻഡ് ഹാഫ് ടിവിയിൽ ഏറ്റവും സൂം ചെയ്ത എൻട്രിക്കിനാണ്. എൻട്രിക്കിന്റെ ഒരു ഭാവമൊക്കെ ഉണ്ടല്ലോ, ഞാൻ അടിക്കുന്നുള്ള ലെവലാണ്. റയൽ മാഡ്രിഡിൽ ഭയങ്കര പരാജയമല്ലേ. അതായത് പരാജയം എന്ന് പറയുന്നത് പകരം ശരിക്കും ആഞ്ചലോട്ടിയുടെ അണ്ടറിലാണ് ശരിക്കും എൻട്രിക്ക് റയൽ മാഡ്രിഡിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ പറയും ആഞ്ചലോട്ടി എൻട്രിക്കിന് അവസരം കൊടുക്കുന്നില്ല, കാരണം പക്ഷേ
റയൽ മാഡ്രിഡിൽ എൻട്രിക്കിന് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്ത മാനേജർ ആഞ്ചലോട്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് എൻട്രിക്കിനെ ഇറക്കാത്തതിന് അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണമാണ് ഇന്നലെ കണ്ടത്. ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ മാത്രമല്ല, ഈ ടീമുകൾ ഒന്ന് ടയർഡ്നെസ് വരുന്ന സമയത്ത് എൻട്രിക്കിനെ പോലൊരു പ്ലെയർ പിച്ചിൽ വരികയാണെങ്കിൽ, എനർജി പ്ലെയർ വരുമ്പോൾ അതുണ്ടാക്കുന്ന ഡിഫറൻസ് മിക്കവാറും ആഞ്ചലോട്ടി കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ആ ഒരു ചേഞ്ച് വരുന്നതൊക്കെ. സോ അതാണ് എൻട്രിക്കിന് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തത് ആഞ്ചലോട്ടിയാണ്. സോ ഇവിടെയും അവസരം കൊടുക്കും എന്നുള്ള ഉറപ്പാണ്. ആ കൃത്യമായ അവസരത്തിൽ കൃത്യമായ സമയത്ത് അവസരം കൊടുക്കും. എൻട്രിക്കിന് ബ്രസീൽ ടീമിലും മുമ്പ് അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിലെ അവസരം കിട്ടാത്ത, അതിന് മുമ്പ് ഒരു കളിയിൽ ഒരു ടച്ച് പോലും എടുക്കാതെ ട്രോളൊക്കെ ചെയ്യപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എൻട്രിക്കിന്. എനിക്ക് തോന്നുന്നു അർജന്റീനക്കെതിരെയുള്ള മത്സരം കോപ്പ അമേരിക്കയിലൊക്കെ ഭയങ്കര മോശമായിരുന്നു. 0 ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോൾ ഉണ്ടായിരുന്നു. മാനേജർമാർ കളിക്കാരിലുണ്ടാക്കുന്ന ഇമ്പാക്ട് ആണ് ഭയങ്കര. അല്ല, ആഞ്ചലോട്ടി അതാണ്. ആഞ്ചലോട്ടി പരിശീലിപ്പിച്ചത് എല്ലാ കാലത്തും ഇത്തരം ടീമുകളാണ്. അദ്ദേഹം പ്രൈം AC മിലാനെയാണ് പരിശീലിപ്പിച്ചത്, പിന്നീട് ചെൽസിയാണ്, പിന്നീട് റയൽ മാഡ്രിഡ് ആണ്. അതായത് ഒരു മാൻ മാനേജിങ് കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ പെപ് ഗാർഡിയോളയുടെ ഒരു ഫിലോസഫി എന്താണ്, ഫുട്ബോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. എന്താണ് കാർലോ ആഞ്ചലോട്ടിയുടെ സ്റ്റൈൽ, എന്താണ് അതത് താരങ്ങൾ എങ്ങനെ ഫുട്ബോൾ കളിക്കാന്നുള്ളതാണ് സ്റ്റൈല്. അതെ, അത് തന്നെയാണ് ബ്രസീൽ ആഗ്രഹിക്കുന്നതും. അതിൽ നമ്മൾ എല്ലാവരെ കുറിച്ചും പറഞ്ഞു, പക്ഷെ ഒരാളെ മാത്രം വിട്ടുപോയി. ഏറ്റവും നിർണായകമായ ഗോൾ നേടിയത് ഗബ്രിയേൽ മാർട്ടിനെല്ലിയാണ്. അത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ പോലും ഭയങ്കര കൗതുകമുള്ളതായിരുന്നു. കാരണം മത്തീവ്സ് കുഞ്ഞ പോലെ ബോൾ എത്രയും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ മാറ്റിയിട്ടാണ് വേഗതയുള്ള ഈ വരുന്നത്. സബ് വരുമ്പോൾ തന്നെ രസമുള്ള സംഭവിച്ചാൽ ഞാൻ കരുതി ആദ്യം അദ്ദേഹം പാക്കറ്റിനെ പിൻവലിച്ചിട്ടാണ് ഇയാൾ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താണ്, ഏത് പൊസിഷനിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞെന്ത് ചെയ്യുന്നു, സ്വാഭാവികം പാക്കറ്റിൻ്റെ റോളൊക്കെ മാറുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷേ ആ പാക്കറ്റ് ആ റോളിൽ കുഞ്ഞൊക്കെ തിളങ്ങാൻ കഴിഞ്ഞില്ല. കുഞ്ഞ് പിന്നെ ബോക്സ് റെഡി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാൻ കണ്ട സംഗതി. ആ സമയത്താണ് പിന്നെ കുഞ്ഞെ വലിച്ചിട്ട് ആ റോളിന് പറ്റിയിട്ട് മാർട്ടിനിൽ നമുക്കറിയാം പ്രീമിയർ ലീഗിൽ പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. ഇത്ര ഹൈ മാച്ചുകൾ, ഈ ഹൈ ഇൻറ്റൻസി മാച്ചുകളിൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയറാണ്. കൃത്യസമയത്ത് തന്നെ ആളുടെ സ്പീഡാണ്, ഭയങ്കര സ്പീഡ്. ബ്രസീൽ ടീമിൽ ഏറ്റവും യൂറോപ്യൻ സ്റ്റൈൽ പ്ലെയറാണ് മാർട്ടിനെല്ലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റ് കറക്കലൊക്കെ കുറവാണ്. സിസ്റ്റത്തിനകത്ത് കളിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പ്ലെയർ. ഈ മറ്റേ നോൺ ടച്ച് പ്ലെയർ എന്ന് പറയും, വല്ലാണ്ട് മുട്ടായി ഉണ്ടാക്കലൊന്നുമില്ല, നേരെ. അതേ ബ്രസീലിലെ മറ്റുള്ളവരെക്കാൾ. ആഴ്സണൽ ആരാധകർക്ക് ഒരു ഹാപ്പി ദിവസമായിരിക്കും. കാരണം ഗബ്രിയലിന്റെ ഒരു ക്രോസ്, മാർട്ടിനെല്ലിയുടെ വിന്നർ. സോ അതും ഇവിടെ നമ്മൾ പറയേണ്ടതാണ്. അതിലേ ഞാൻ നിരാശപ്പെടുത്തിയ ഒരാൾ ഈ അലിസൺ ബക്കറാണ്. അലിസൺ ബക്കർ എന്ന് അദ്ദേഹത്തിനോട് റെസ്പെക്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്. അദ്ദേഹത്തിന് ചില സമയത്ത് ഒരു ബ്രെയിൻ, എന്താ പറയുക, നമ്മൾ ബ്രെയിൻ ഫീഡ് എന്നൊക്കെ പറയാം. ആ മൊമെന്റ് ഇന്നലെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ടൈം ബോൾ കീപ്പ് ചെയ്തിട്ട് ഡിഫൻഡേഴ്സിന്റെ കാലിലൊക്കെ തട്ടിയിട്ട് പോകുന്നുണ്ട്. ജപ്പാന്റെ അറ്റാക്കേഴ്സിന്റെ കാലിൽ തട്ടി പോകുന്നുണ്ട്. അതൊക്കെ ചെറിയ, അത് ഒരുപക്ഷെ ഗോൾ ആവാത്തതുകൊണ്ടുള്ള ഭാഗ്യമാണ്. അതുപോലെ പല സമയത്തും ബോൾ പിക്ക് ചെയ്യുന്നതിലൊക്കെ കുറച്ച് അബദ്ധങ്ങളുണ്ട്. അത് ഗോളാവാത്തോണ്ട് മാത്രം ചർച്ച ചെയ്യാതെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പണ്ടും കണ്ടിട്ടുണ്ട് അലിസന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷെ ലിവർപൂൾ എടുക്ക് ചെയ്യുന്ന പരിപാടി. അതെ, അതായത് പക്ഷെ ചുരുക്കം ചില ദിവസങ്ങളാണത്. അതായത് ഇപ്പോൾ 100% കളിയിൽ 1% ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ അതിന് തൊട്ടടുത്ത മത്സരത്തിൽ ഒരു മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് കാഴ്ചവെക്കുക. അപ്പോൾ അലിസന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പേടിയില്ല. അലിസൺ നമ്മൾ ഒരു കാര്യം കൂടി വേണ്ട അവസാനിക്കും. നമ്മൾ ഈ ബ്രസീൽ ടീമിന്റെ ഒരു ബ്രസീൽ പറഞ്ഞ ഇടയ്ക്ക് തന്നെ ജപ്പാന്റെ ഒരു കാര്യം കൂടി പറയണല്ലോ. ജപ്പാൻ എന്ത് പറഞ്ഞാലും ഈ സെക്കൻഡ് ഹാഫ്, ഈ അവസാന നിമിഷം വരെ ഈ ബ്രസീലിനെ ലാസ്റ്റ് സെക്കൻഡ് വരെ പിടിച്ചെത്തിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കൊടുക്കണമല്ലോ ഗംഭീരമായിട്ട്. അവരുടെ എനിക്കൊരു സങ്കടം വന്ന കാര്യം വെച്ചാൽ ആ ബ്രസീലിൽ ഗോൾ വന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ മൂവ്മെൻറ്റ്, പിന്നെ ഒരു ജപ്പാൻ ഡിഫൻഡർ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ പിന്നെ ഒരു ബോൾ പാസ് ചെയ്യുന്നതിൽ വന്ന മിസ്റ്റേക്കാണ്. പുള്ളിയുടെ അടുത്താണ് ബോൾ തട്ടിയെടുത്തിട്ട് പിന്നെ ബോക്സിൽ ക്ലോസ് വരുന്നത്. അതിലൊരു അവരർഹിച്ച ഒരു ഗോൾ കൺസീഡിങ് ആയിരുന്നില്ല. ബ്രസീൽ ഇപ്പോൾ അങ്ങനെ സെൻറ്ററിൽ നിന്നൊക്കെ പന്തെടുത്തിട്ട് അല്ലെങ്കിൽ ഹൈ ബോൾ കളിച്ചിട്ടൊക്കെ ഓടിക്കെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇത് അത്രയധികം എനർജറ്റിക് കളിച്ചൊരു പ്ലേയേഴ്സ് പെട്ടെന്ന് അവരുടെ മിസ്റ്റേക്കിൽ നിന്ന് ഗോൾ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആണ്. പിന്നെ തോമിയാസോ എന്ന് പറയുന്ന ഒരു ബ്രസീലിൻ്റെ ഒരു ജപ്പാൻ്റെ വെറ്ററൻ ഡിഫൻഡർ ഉണ്ട്. അദ്ദേഹം നല്ല പിന്നെ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെറ്ററൻ പിന്നെ 39 വയസ്സുള്ള ആള് അദ്ദേഹമാണോ? നാഷണൽ താരമാണ് തോമിയാസോ എന്ന് പറഞ്ഞാൽ. പ്രായം എനിക്കറിയില്ല, പക്ഷേ അത് വെറ്ററനാണ് ഏതായാലും. അതുപോലെ ഇറ്റോ എന്ന് പറയുന്ന പിന്നെ ഇതിൽ കളിക്കുന്ന നമ്മുടെ എന്താ പറയുക ബയണിൽ കളിക്കുന്നത്. പക്ഷേ ഇറ്റോൻ്റെ പക്ഷേ ഏറ്റവും നല്ല പെട്ടെന്ന് നിറം മങ്ങി മൊത്തത്തിൽ. പക്ഷേ തോമിയാസ് ഒന്നുമില്ല, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അയാളുടെ ഒരു ഇടപെടലുകളൊക്കെ ബ്രസീലിൽ പലതവണ ഹെഡറിലായാലും 1-on-1 സിറ്റുവേഷൻസിലൊക്കെ ഗംഭീരമായി ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞ പോലെ ജപ്പാൻ സുസുക്കി ഗോൾ കീപ്പർ പറയാനില്ല. ഗോൾ കീപ്പർ പെർഫോമൻസിൽ അദ്ദേഹത്തിന്റെ ഹൈറ്റ് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അമേരിക്കയിൽ ജനിച്ച ഗാനൈൻ വംശജൊക്കെ ഉണ്ട്. മാച്ചിന്റെ തുടക്കത്തിലെ ഇയാളൊരു ബോൾ സ്പില്ല് ചെയ്യുന്നത് കഴിയുന്നത്, പിന്നെ അതിന്റെ ഈ ക്യാച്ച് ഒക്കെ നിൽക്കുന്ന പോലെ അത് വീണ്ടും നിലത്ത് ക്യാച്ച് ചെയ്യുന്ന രംഗുണ്ടായിരുന്നു. എനിക്ക് മറ്റേ ഈ ഫീൽഡർമാർ ബൗണ്ടറിയിൽ നിന്ന് ക്യാച്ച് ചെയ്യുന്ന പോലെ ഒരു ഇതാണ് തോന്നിയത്. അത്രയും ബോളിൽ നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ പോയിപ്പോൾ നമ്മൾ പാനിക് ആവില്ല. ഇയാളൊന്നുമില്ല, വളരെ കൂളായിട്ട് തൊട്ടപ്പുറത്ത് ബ്രസീൽ പ്ലെയർ ഉണ്ട്,
കൂടുതലായിട്ട് കയ്യിലെടുക്കുന്നുണ്ട്. പിന്നെ ബ്രസീലേ ഈ ജപ്പാനെ തോൽപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ആഞ്ചലോട്ടി എല്ലാ മരുന്നും ഇന്നലെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫില് ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു ഇവർ കുറെ ലോങ് റേഞ്ചിനാണ് ശ്രമിച്ചിരുന്നത് കുഞ്ഞിയൊക്കെ, കാരണം ഇവരുടെ ആ ഒരു കടക്കാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് അവർ ഒന്നുകൂടി സ്ട്രാറ്റജി മാറ്റിയത്. പിന്നെ ഉള്ളത് അതിനെ ചെതറിക്കുക എന്നുള്ളതായിരുന്നു. അത് ക്രോസ് വന്നതോടെയാണ് കുറെ മാറി തുടങ്ങിയത്. പിന്നെ ഇടയ്ക്ക് വിനീഷ്യസ് ഉണ്ട്, അതായത് ഒന്നും ഇങ്ങനെ വെട്ടിച്ചിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഇങ്ങോട്ട് കിടക്കുന്നൊക്കെ എങ്ങനെയെങ്കിലും അത് ചെതറിക്കുക, എന്നാൽ പിന്നെ ഗോൾ അടിക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഈ ഗോൾ മൂവ്മെന്റിന്റെ വരെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ കളിയിൽ വന്ന പേസാണ്. അവന്മാർ പാസുകൾ, ക്വിക്ക് പാസുകൾ ഇടുന്നു, വളരെ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട്. സാധാരണ രീതി നമ്മൾ ഈ പാസിംഗ് ടീമുകളുടെ ഒരു പ്രോബ്ലം വെച്ചാൽ ഒരു ബോൾ ഹോൾഡ് ചെയ്യും, സെക്കൻഡ് ബോൾ പാസ്, ഇത് പറഞ്ഞില്ല, വളരെ എനർജറ്റിക് ആയിട്ട് വളരെ പെട്ടെന്ന് പാസ് ചെയ്തിട്ടാണ് കളിച്ചത്. ആ കളിയിൽ എനിക്ക് ശരിക്കും ജപ്പാൻ പതറിപ്പോയത്. ആ സമയം ഒരു ബോക്സ് അവർക്ക് കാവിൽ നിൽക്കേണ്ടി തന്നെ വന്നു. അപ്പോഴാണ് ഈ മൊത്തം ഈ ഹൈ ബോൾ ജപ്പാൻ പ്ലേയേഴ്സ് ഹൈറ്റ് കുറഞ്ഞ പ്ലേയേഴ്സാണ്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഗോൾ എന്നാണ്. കാരണം ഇവരുടെ ഹൈറ്റിനെ ദുരുപയോഗം ചെയ്തിട്ടാണ് ഗോൾ ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ബ്രസീൽ ഇവർ ഈ ജപ്പാൻ്റെ മൈനസ് പോയിന്റുകളൊക്കെ പ്ലസ്സാക്കി സ്വന്തം പ്ലസ്സാക്കി മാറ്റിയാണ് ബ്രസീൽ കളിച്ചത്. അപ്പോൾ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് മറ്റേ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീൽ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ ബ്രസീലിൻ്റെ എതിരാളികൾ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു, ജപ്പാനായിട്ട് മാച്ച് വരുന്നുണ്ട്, അതിൽ കാണാമെന്ന്. അപ്പോൾ അത് കണ്ടു അല്ലേ. അതെല്ലാം നമുക്ക് അവസാനിക്കാൻ തോന്നുന്നു. അതിൽ എനിക്ക് ഒരു കൺസേൺ എന്ന് പറയുന്നത് ബ്രസീലിന്റെ പ്രായക്കൂടുതലാണ്. കാരണം ഓൾമോസ്റ്റ് ഒരുപാട് പ്ലേയേഴ്സ്, അലിസൺ ബക്കർ 30 ആണ്, കസമീറോ ആണ്, മാർക്കിന്യോസ് ആണ്, ഡനീലോ ആണ്, പിന്നെ ഇപ്പോൾ നെയ്മർ ഒന്നും ഇല്ലെങ്കിൽ പോലും നെയ്മറൊക്കെ ഒരു 30 ആണ്. ബാക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഏജ് അബോയിട്ട് ബാക്ക് 4 3 പീപ്പിളും ഏകദേശം 30 32 അബോ ആണ്. എക്സാക്ട് നമ്പർ അല്ല, 2006 ശേഷമുള്ള ഏറ്റവും പ്രായം കൂടിയ ബ്രസീൽ സ്ക്വാഡ് എന്നാണ് പറയുന്നത്. പക്ഷെ 2006 പ്രായം കൂടിയെന്ന് പറയുന്ന റോബർട്ടോ കാർലോസും റൊണാൾഡോ നസാരിയോ ഒക്കെ ആണെന്നുള്ള മാച്ചുണ്ട്. സംഭവം നല്ല താരങ്ങളുള്ള ടീമല്ലോ, നല്ല ടീമാണല്ലോ പഠിക്കുന്നത്. നമുക്ക് ആഞ്ചലോട്ടിയിൽ വിശ്വാസമുണ്ട്. ഇതെനിക്ക് 2006 വേൾഡ് കപ്പ് ജയിച്ച ഇറ്റലി ടീം 2010 വേൾഡ് കപ്പിന് വരുമ്പോൾ ഈ ഓൾമോസ്റ്റ് സെയിം സ്ക്വാഡിനെ കൊണ്ടുവരുന്നത്. മാർസലോ ലിപ്പി എന്ന് പറയുന്ന ഇറ്റലി മാനേജർ ചോദിക്കുന്നുണ്ട്, ഈ അവർക്ക് പ്രായമല്ല. അപ്പോൾ അയാളെ പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഞാനൊരു ലീഗ് സീസൺ കളിക്കാനല്ല വരുന്നത്, എനിക്കൊരു വർഷം ഇവിടെ വേണ്ട, എനിക്ക് ആകെ ജയിക്കേണ്ടത് 7 മാച്ചസാണ്. അപ്പോൾ 7 മാച്ചസ് ജയിക്കാനുള്ള ടാക്ടിക്സും ഓരോ മാച്ചിലുള്ള പണീൻ്റെ അടുത്ത് മതി, പ്ലേയേഴ്സും മതി, അതിന് പ്രായമൊന്നും വിഷയമില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്ന് ഇറ്റലി ഫസ്റ്റ് റൗണ്ട് പുറത്തായി, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും അതാണ് ഇതിന് ആക്ച്വലി സംഭവം. ഇവർക്ക് ഈ പ്രാവശ്യം 8 മാച്ചാണ് ആകെ കപ്പടിക്കാൻ വേണ്ടത്. ആ 8 മാച്ചിലും മാച്ച് വേണ്ടിയുള്ള കളിക്കരുത്. ഇപ്പോൾ ഓൾറെഡി പകുതി മാച്ച് കഴിഞ്ഞു അല്ലേ, ബ്രസീൽ ഇപ്പോൾ 4 മാച്ച് കഴിഞ്ഞു, ഇനി 4 മാച്ചുള്ളത് നോക്കിയാൽ മതി. അതിൽ തന്നെ നെക്സ്റ്റ് അടുത്ത മാച്ച് ഒന്നെങ്കിൽ നോർവേ അല്ലേ ഇവർക്ക്, അത് ഇത്രയോ ടെസ്റ്റിംഗ് ആയിരിക്കില്ല എന്ന് വിചാരിക്കാം. നോർവേ ആണെങ്കിൽ നോർവേ ടെസ്റ്റിംഗ് ആണ്, പക്ഷെ എന്നാലും ജപ്പാനോളം ഭീഷണിയില്ല എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ ഒരു അത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്, പിന്നെ ഓക്കെ, അത് കഴിഞ്ഞാൽ അർജന്റീന, അങ്ങനെയാണെങ്കിൽ വിജയിച്ചു വരികയാണെങ്കിൽ ടീം അവിടെ തട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ